വാട്സപ്പ് ഇതെന്താ ചെയ്യണത്? ഫുൾ അപ്ഡേറ്റ് ആണല്ലോ, അപ്ഡേറ്റിന്റെ പൂരമാണല്ലോ. അപ്പം വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ അജയ്, നിങ്ങൾ ഏവർക്കും സുപരിചിതൻ. അപ്പൊ ഞാനൊന്ന് വന്നത് വാട്സപ്പിന്റെ കിടുക്കാച്ചായിട്ടുള്ള 3 അപ്ഡേറ്റിനെ കുറിച്ച് പറയാനാണ്. പിന്നെ അത് എങ്ങനെയാണ് ചെയ്യണം എന്നുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഈ വീഡിയോയുടെ കൂടെ ഉണ്ട്. അത് നിങ്ങൾ കാണാൻ ഒരിക്കലും മറക്കരുത്. അപ്പൊ പോയിന്റ് നമ്പർ 1, വാട്സപ്പിൽ ഇനി നമ്മൾ സ്റ്റാറ്റസ് ഇടുമ്പോ തന്നെ നമുക്ക് അത് ആർക്കൊക്കെ കാണണം കാണണ്ട എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ തീരുമാനിക്കാം. പണ്ട് പറയാൻ വെച്ചാൽ എല്ലാം ഓരോ സ്റ്റാറ്റസിനും അല്ല, എല്ലാ സ്റ്റാറ്റസിനും ഒരേ സെറ്റിംഗ്സ് ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഇതിപ്പോ അത് മാറി ഏതാണോ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനിപ്പോ ഒരു ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ട് അത് എന്റെ ഫ്രണ്ട്സ് മാത്രം കണ്ടാൽ മതി വെച്ചാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, വാട്സപ്പിൽ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരാൾ മാത്രം കാണണം, നമുക്ക് ഒരാൾക്ക് പണി കൊടുക്കാനാണ്. അപ്പൊ അവരെ മാത്രം ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ നേരത്തെ ആ ഒരു സ്റ്റാറ്റസ് ഇടാം. മറ്റേ ആൾക്കാർ അത് കാണൂല്ല. എങ്ങനെയുണ്ട്? അടിപൊളി അപ്ഡേറ്റ് അല്ലേ? ഇനി രണ്ടാമത്തേത് പറയാൻ വെച്ചാൽ നമുക്ക് വാട്സപ്പിൽ നമ്മുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ, ഒരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ ഒരാൾക്ക് മാത്രമായിട്ടേ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അത് മാറി നമുക്ക് സാധാരണയുള്ള 5 ആൾക്കാർ എന്നുള്ള പോളിസി ഉണ്ട്. ആ 5 ആൾക്കാർക്ക് ആ ഒരു ഫോട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തത് അത് ഒരു സർപ്രൈസ് ആണ്, ഒരു അടിപൊളിയാണ്. അതെന്താണെന്ന് നിങ്ങൾക്ക് അവിടെ കാണാം ട്യൂട്ടോറിയൽ വീഡിയോയിൽ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നേരെ ട്യൂട്ടോറിയൽ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഒരു സ്റ്റാറ്റസ് ഇടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക, ഒരു ഫോട്ടോ എടുക്കുക. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ഫോട്ടോ, എൻ്റെ ഒരു ലൈവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഇത് ഒരാൾ മാത്രമായിട്ട് കാണണമോ അത് അല്ലെങ്കിൽ ആരെങ്കിലും എക്സ്ക്ലൂഡ് ചെയ്യണോ, അത് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് മൈ കോണ്ടാക്ട് അക്സെപ്റ്റ് വേണമെങ്കിൽ കൊടുക്കാം, ഓൺലി ഷെയർ വിത്ത് കൊടുക്കാം, മൈ കോണ്ടാക്ട്. അത് നമുക്ക് ഇവിടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ കൊടുത്ത ഫോട്ടോ ആയതുകൊണ്ട് ഞാനത് കൊടുക്കണില്ല. ഇവിടെ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഇന്നത്തെ എൻ്റെ ഒരു സ്റ്റാറ്റസ് തന്നെയാണിത്. ഇത് നമുക്ക് അടുത്ത അപ്ഡേറ്റ് നമുക്ക് നേരെ എന്ത് ചെയ്യാം, അതിലേക്ക് പോവാം. നമുക്കൊരു ഫോട്ടോ ഒരാൾക്ക് അയക്കണം. ഞാൻ എൻ്റെ തന്നെ ഒരു പ്രൊഫൈലിലേക്ക് ഞാൻ അയക്കാൻ പോവാണ്. ഇതിലേക്ക് ഞാനൊരു ഫോട്ടോ, അപ്പോൾ ഈ ഒരു ഫോട്ടോ ഞാൻ അയക്കാൻ പോവാണ്. അത് ഞാൻ എന്ത് ചെയ്യുക, ഈ ഫോട്ടോ എടുത്ത് കൂടെ വേറെ ഒരു 5 പേർക്കും കൂടെ എനിക്ക് വെച്ചാൽ ഈ എൻ്റെ കോണ്ടാക്ട്സിലുള്ള 5 പേർക്കും കൂടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയക്കാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അടുത്തതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ സർപ്രൈസ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്. നമ്മളെല്ലാവർക്കും ഇമോജീസ്, റിയാക്ഷൻസ് ഇടും. ഓക്കെ, ഞാൻ എൻ്റെ തന്നെ ഏതെങ്കിലും ഒന്നിന് ഇടാൻ പറ്റുമോ നോക്കട്ടെ. വന്നതാ ഈ ഒരു ഇതിന് ഞാൻ ജസ്റ്റ് ഒരു ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഒരു ഇത് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഇവിടെ കണ്ടോ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇമോജി സെറ്റിലുള്ള ഏത് വേണമെങ്കിലും നമുക്കിതിൽ ആഡ് ചെയ്യാം. അത് മാത്രമല്ല, നമുക്കത് വേണമെങ്കിൽ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്താ ഈ അപ്ഡേറ്റ് ഒക്കെ എന്താ, അടിപൊളിയല്ലേ? അപ്പോൾ മറ്റൊരു വീഡിയോ കാണാൻ വരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്.